കണ്ണേട്ടാ മോള്. ശ്രീ പേടിയോടെ രുദ്രനോട് പറഞ്ഞു. വാ, നമുക്ക് റൂമിലേക്ക് പോകാം. ചെറുചിരിയോടെ രുദ്രൻ ശ്രീയോട് പറഞ്ഞു. കണ്ണേട്ടാ മോള്. നിരഞ്ജൻ, അവൻ ദുഷ്ടനാ. നിരഞ്ജന്റെ ഭാര്യ ഇവിടെ. വേണ്ട വേണ്ട കണ്ണേട്ടാ, നിക്ക്, എനിക്ക് പേടിയാ. കൂടെ നിന്ന് നമ്മളെ ചതിക്കും അവരിവിടെ. അത് വേണ്ട കണ്ണേട്ടാ, പറഞ്ഞു വിട്ടേക്ക്. ഇനിയും കണ്ണേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. നമ്മുടെ മോള്. വേണ്ട കണ്ണേട്ടാ. പേടിയോടെ ശ്രീ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ നിനക്ക് വിശ്വാസമില്ലേ ഭദ്രേ? രുദ്രന്റെ ചോദ്യത്തിന് ശ്രീ ഉണ്ടെന്ന പോലെ തനിയെനിക്ക്. അപ്പോഴും അവളുടെ കണ്ണുകളിലെ പേടി മാറിയിരുന്നില്ല. വാ, ഞാനെല്ലാം പറയാം. ശ്രീയുടെ ടെൻഷൻ കാണെ രുദ്രൻ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോൺ ബെഞ്ചിലേക്ക് രുദ്രൻ ശ്രീയുമായിരുന്നു. മീരയെക്കുറിച്ചും അവളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും രുദ്രൻ ശ്രീയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മീര എന്ന അമ്മയുടെ വേദന എത്രമാത്രമുണ്ടെന്ന് ശ്രീക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. നിരഞ്ജൻ ഇപ്പോൾ എവിടെയുണ്ട്? രുദ്രന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചു. നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. വാ, കിടക്കാം. താൻ പറഞ്ഞതിന് മറുപടി പറയാതെയുള്ള രുദ്രന്റെ സംസാരത്തിൽ ശ്രീയുടെ നെറ്റി ചുളിഞ്ഞു. നിരഞ്ജൻ ഇനി ആരുടെ ജീവിതത്തിലും ഒരു കരിനിഴലായി ഉണ്ടാകില്ല ഭദ്രേ. ശ്രീയുടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളെയും കൂട്ടി വീടിനുള്ളിലേക്ക് നടന്നു. ശ്രീ രുദ്രന്റെ നെഞ്ചോരം ചേർന്ന് കിടന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ആ രാത്രി ഇരുവരും സുഖനിദ്രയിലാണ്ടു. വെളുപ്പിനെ തന്നെ ശ്രീ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്തിരുന്നു. രുദ്രനെ ഇഷ്ടപ്പെട്ടതെല്ലാം ശ്രീ പ്രത്യേകം ഉണ്ടാക്കി. ഒപ്പം അച്ഛന് പ്രിയപ്പെട്ട ആഹാരവും. രാവിലെ മീര എഴുന്നേറ്റ് വരുമ്പോൾ വീട്ടിലെ എല്ലാ ജോലിയും തീർന്നിരുന്നു. പുഞ്ചിരിയോടെ ശ്രീ മീരയ്ക്ക് ഒരു കപ്പ് ചായ കൊടുത്തുകൊണ്ട് ദേവൂട്ടിക്ക് അരികിലേക്ക് ചെന്നു. ദേവൂട്ടി ഉറക്കമുണർന്നിട്ടില്ല. കുഞ്ഞിന്റെ ഇരുവശവും മീര പില്ലോ എടുത്തു വെച്ചിട്ടുണ്ട്. മീരയുടെ കരുതലിൽ ഒരേ സമയം ശ്രീക്ക് സന്തോഷവും സങ്കടവും തോന്നി. ദേവൂട്ടിയെ ഒന്ന് നോക്കി നെടുവീർപ്പോടെ ശ്രീ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ശ്രീ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മീര അവിടെയുണ്ട്. തന്നോട് മിണ്ടാൻ മീരയ്ക്കെന്തോ മടിയുള്ളതുപോലെ ശ്രീക്ക് തോന്നി. ശ്രീ നോക്കുന്നത് കണ്ടപ്പോൾ മീര ശ്രീയെ നോക്കി പുഞ്ചിരിച്ചു. ഇവിടെ ഇനി ജോലിയൊന്നുമില്ല. മീര പോയി ഫ്രഷായി വാ, നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശ്രീയുടെ സംസാരം കേൾക്കെ ചെറുതായി ഒന്ന് മൂളിക്കൊണ്ട് മീര റൂമിലേക്ക് നടന്നു. രുദ്രൻ ശ്രീയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമെന്ന് മീരയ്ക്കറിയാം. ശ്രീ എന്തെങ്കിലും തന്നോട് ചോദിക്കുമോ എന്നോർത്തായിരുന്നു മീര ഇത്രയും സമയം നിന്നത്. കഴിഞ്ഞതൊക്കെ വീണ്ടും ഓർക്കുമ്പോൾ ഇന്നും മീരയുടെ നെഞ്ചിൽ ഒരു പിടച്ചിലാണ്. മീര പോയതും ശ്രീ രുദ്രനുള്ള കോഫിയുമായി റൂമിലേക്ക് പോയി. ശ്രീ റൂമിലെത്തുമ്പോൾ രുദ്രൻ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിരുന്നു. ശ്രീയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങിക്കുടിച്ചുകൊണ്ട് രുദ്രൻ അവളെ ഒന്ന് നോക്കി. എന്തേ, ഇഷ്ടമായില്ലേ? രുദ്രന്റെ നോട്ടം കണ്ട് ശ്രീ ചോദിച്ചു. 2 വർഷം കറങ്ങിയില്ലേ ഈ രുചി അറിഞ്ഞിട്ട്? വീണ്ടും കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ശ്രീയുടെ കണ്ണുകൾ പലപ്പോഴും അച്ഛനെ തേടി ചെന്നിരുന്നു. താൻ എന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണെ ശ്രീ രുദ്രനെ നോക്കി. രുദ്രൻ ഒന്നുമില്ല എന്നപ്പോൾ കണ്ണു ചിമ്മി കാട്ടി. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് മീര ഡോർ തുറന്നു. ഹരിയാണ്. ഹരിയെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ മീര ഒരു പുഞ്ചിരിയുടെ ഹരിക്ക് വീടിനുള്ളിലേക്ക് കയറാനായി വാതിക്കൽ നിന്ന് മാറിക്കൊടുത്തു. രുദ്രൻ എവിടെ? ഹരിയുടെ ചോദ്യം കേട്ട് മീര മുകളിലേക്കുള്ള സ്റ്റെയറിലേക്ക് നോക്കുമ്പോഴാണ് രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത്. ആഹാ, നീ രാവിലെ തന്നെ എത്തിയോ? ഹരിയെ കണ്ടുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ആ, ശ്രീയും ദേവൂട്ടിയും എവിടെ? ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. ദേവൂട്ടി ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ. ഭദ്ര അവളെ കുളിപ്പിക്കുക. അല്ല, പൂജയുടെ കാര്യത്തിൽ ഇനി എന്താ നിന്റെ തീരുമാനം? ഹരിയോട് മറുപടി പറഞ്ഞുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ഞാൻ ഇനി പ്രത്യേകിച്ച് എന്ത് തീരുമാനം എടുക്കാനാണ് രുദ്ര? പൂജ എന്ന അധ്യായം എന്നോ അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അവൾ തിരിച്ചു വന്നത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്ത തെറ്റോർത്തുള്ള കുറ്റബോധം കൊണ്ടാണ്. അല്ലാതെ പൂജയുടെ മടങ്ങിവരവിൽ മറ്റൊന്നുമില്ല. നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. പൂജയ്ക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടാകില്ല. ആ പഴയ ഇഷ്ടം ഇപ്പോൾ എനിക്ക് പൂജയോടില്ല. പിന്നെ ഞാനിപ്പോൾ വന്നത് എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനുണ്ട്. രുദ്രനോട് പറഞ്ഞുകൊണ്ട് ഹരിയുടെ കണ്ണുകൾ മീരയിലേക്ക് നീളുമ്പോൾ അവർക്ക് സംസാരിക്കാനായി മീര അവിടെ നിന്ന് മാറിക്കൊടുത്തു. രുദ്ര, എനിക്ക് മീരയെ ഇഷ്ടമാണ്. ഞാൻ അവളെ കല്യാണം കഴിച്ച് എൻ്റെ കൂടെ കൂട്ടേടാറാ. മീരയുടെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടുള്ള സഹതാപമൊന്നുമല്ല. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമായിട്ടാ. ഞാൻ ആഗ്രഹിച്ചതുപോലൊരു പെൺകുട്ടിയാണ് മീര. ഹരി പറയുമ്പോൾ അവൻ്റെ മനസ്സ് മുൻപറഞ്ഞതുപോലെ രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. ഹരി, മീരയുടെ കാര്യങ്ങളൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവൾ അനുഭവിച്ചതൊന്നും അത്ര പെട്ടെന്ന് മീരയുടെ മനസ്സിൽ നിന്നും പോകില്ല. ഇനിയൊരു വിവാഹത്തിന് അവൾ ഒരുക്കമാണെന്ന് എനിക്ക് തോന്നുമില്ല. എന്തായാലും നിന്റെ ഇഷ്ടം ഞാൻ അവളെ അറിയിക്കാം. പക്ഷേ ഒരിക്കലും നീയുമായുള്ള വിവാഹത്തിന് ഞാൻ അവളെ നിർബന്ധിക്കില്ല. കാരണം ഞാൻ അങ്ങനെ നിർബന്ധം പിടിച്ചാൽ എനിക്ക് മീര ഒരു ബാധ്യതയാണെന്നേ അവൾ ചിന്തിക്കൂ. നീ മീരയെ നിർബന്ധിപ്പിക്കണം എന്ന് ഞാനും പറയില്ല രുദ്ര. എൻ്റെ ഇഷ്ടം മീര അറിയണം.
ആ ഇഷ്ടം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മീര തന്നെയാണ്. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ ഇതേപ്പറ്റി ചിന്തിക്കില്ല. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന് എൻ്റെ ജീവിതം തന്നെ എന്നെ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ നീറി നീറി ജീവിക്കുന്നത്. ഹരിയോട് പറയാൻ രുദ്രന് മറുപടിയൊന്നുമില്ലായിരുന്നു. മീരയോട് ഹരിയുടെ ഇഷ്ടത്തെപ്പറ്റി സംസാരിക്കണമെന്ന് മാത്രം രുദ്രൻ തീരുമാനിച്ചു. രുദ്രൻ പറഞ്ഞതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും കൂടെ പുറത്തേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലും ഹരി കോ ഡ്രൈവിംഗ് സീറ്റിലുമാണ്. മീരയും ശ്രീയും ദേവൂട്ടിയും ബാക്ക് സീറ്റിലും. ദേവൂട്ടിയെ പുറത്തെ കാഴ്ചകൾ കാട്ടിക്കൊടുത്ത് ചിരിയോടെ ഇരിക്കുകയാണ് മീരയും ശ്രീയും. രുദ്രൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ശ്രീയെയും മീരയെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഹരിയുടെ ശ്രദ്ധയും അവരിൽ തന്നെയാണ്. കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞാൽ ഇരുവരിലും ഈ കളിയും ചിരിയും ഉണ്ടാകില്ല. എങ്ങനെയാകും രണ്ടുപേരുടെയും പ്രതികരണം എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ശ്രീ ബോൾഡായി നിന്നാൽ പോലും മീര തളർന്നു പോകുമോ എന്നാണ് ഹരിയുടെയും രുദ്രൻ്റെയും ചിന്ത. എന്തായാലും ഈ കൂടിക്കാഴ്ച അനിവാര്യമാണ്. എല്ലാം ഇന്നൊരു ദിവസം കൊണ്ട് തീർത്ത് സ്വസ്ഥമായ നഷ്ടപ്പെട്ട സന്തോഷങ്ങളൊക്കെയും തിരിച്ചു പിടിച്ച് തങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. അത് ഇനിയും വെച്ച് താമസിച്ചുകൂടാ എന്ന് തന്നെയായിരുന്നു രുദ്രൻ്റെ തീരുമാനം. മെയിൻ റോഡിൽ നിന്നും വണ്ടി വിജനമായ റോഡിലേക്ക് കടന്നതും ശ്രീയും മീരയും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ രുദ്രനെ നോക്കി. രുദ്രൻ്റെ മുഖത്തെ ഗൗരവം കാണെ ശ്രീയും മീരയും അവനോടൊന്നും ചോദിച്ചില്ല. റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ്. ആ പ്രദേശത്തെ മറ്റു വീടുകളോ വണ്ടിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പഴകിയ വീടിന് മുന്നിലേക്ക് രുദ്രൻ്റെ വണ്ടി വന്നു നിന്നതും മീരയും ശ്രീയും ചുറ്റും ഒന്ന് നോക്കി. ആ വീടിന് ചുറ്റും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളും പുല്ലുമാണ്. ഒന്നുറക്കെ അലറിക്കരഞ്ഞാൽ പോലും ആരും കേൾക്കില്ല. അതുപോലെ വിജനമായൊരു പ്രദേശം. ശ്രീയും മീരയും ചുറ്റും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ രുദ്രനും ഹരിയും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഹരിയോട് എന്തോ പറഞ്ഞുകൊണ്ട് രുദ്രൻ ആ വീടിനുള്ളിലേക്ക് കയറിയതും ശ്രീയും മീരയും ദേവൂട്ടിയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. മുഖത്തേക്ക് ശക്തമായി വെള്ളം വന്ന് പതിച്ചതും നിരഞ്ജൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഈ 2 വർഷങ്ങൾക്കിടയിൽ നിരഞ്ജൻ ശരിക്കും ഉറങ്ങിയത് പോലും കഴിഞ്ഞ രാത്രിയാണ്. അതിനു മുൻപുള്ള രാത്രിയിലൊക്കെ അസഹനീയമായ വേദന കൊണ്ട് ഉറങ്ങിയിട്ട് കൂടിയില്ല. വേദന കുറഞ്ഞൊന്ന് ഉറങ്ങാൻ തുടങ്ങിയാൽ രുദ്രൻ്റെ ആളുകൾ ഉറങ്ങാൻ സമ്മതിക്കാറുമില്ല. നിരഞ്ജൻ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന രുദ്രനെ നോക്കി. നിരഞ്ജനെ നോക്കി നിൽക്കുന്ന രുദ്രൻ്റെ മുഖത്ത് പുച്ഛം മാത്രമാണ്. നിരഞ്ജന്റെ ശരീരത്തിൽ രക്തം പൊടിഞ്ഞു നിൽക്കുന്ന മുറിവുകളിലെല്ലാം ഉറുമ്പുകൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. പരസഹായമില്ലാതെ തന്നെ കടിച്ചു നോവിക്കുന്ന ഉറുമ്പുകളെ പോലും തുടച്ചു നീക്കാൻ കഴിയാതെ നിരഞ്ജന്റെ ദയനീയമായ അവസ്ഥ അതിനും അപ്പുറം അർഹിക്കുന്നവനാണ് നിരഞ്ജൻ എന്ന് രുദ്രൻ അറിയാം. രുദ്രന് പിന്നിൽ കാൽപ്പെരുമാറ്റം കേൾക്കെ നിരഞ്ജൻ വാതിൽക്കിലേക്ക് നോക്കി. ആ റൂമിലെ അരണ്ട വെളിച്ചത്തിൽ വാതിൽ കടന്നു വരുന്ന 3 പേരെ നിഴൽ പോലും മാത്രമേ നിരഞ്ജനെ കാണാൻ കഴിഞ്ഞുള്ളൂ. 3 പേരും നടന്നെടുക്കുമ്പോൾ നിരഞ്ജന്റെ മുഖഭാവത്തിലായിരുന്നു രുദ്രന്റെ നോട്ടം. ശ്രീയെയും മീരയും ഒരുമിച്ച് കണ്ട ഞെട്ടലിലാണ് നിരഞ്ജൻ. രുദ്രന്റെ മുഖത്തിപ്പോൾ ഒരു ചിരിയുണ്ട്. എങ്കിലും മീരയും ശ്രീയെയും കുറിച്ചോർക്കെ തെല്ലൊരു ആശങ്കയും രുദ്രന്റെ മനസ്സിലുണ്ട്. നിരഞ്ജനെ കണ്ടപ്പോൾ ശ്രീയുടെ മുഖത്തെ ഞെട്ടൽ രുദ്രൻ വ്യക്തമായി കണ്ടിരുന്നു. ശ്രീ നിരഞ്ജനുമായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നില്ല. അതിലുപരി രുദ്രന്റെ തടവിൽ തീർത്തും നിസ്സഹായനായ നിരഞ്ജൻ. ആ കാഴ്ചയായിരുന്നു ശ്രീക്ക് അതിശയം. ആദ്യത്തെ ഞെട്ടൽ മാറിയതും ഞൊടിയിടയിൽ ശ്രീയുടെ മുഖത്ത് നിരഞ്ജനോടുള്ള ദേഷ്യം നിറഞ്ഞു. ശ്രീയേക്കാൾ കൂടുതൽ രുദ്രൻ ശ്രദ്ധിച്ചത് മീരയെയാണ്. ഹരിയുടെ നോട്ടവും മീരയിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ 2 വർഷവും നിരഞ്ജൻ രുദ്രന്റെ തടവിലാണെന്ന് മീരയ്ക്ക് അറിയാം. നിരഞ്ജനുമായുള്ള കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാകുമെന്ന് മീരയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനായി അവൾ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയതുമാണ്. പക്ഷേ ഈ നിമിഷം മീരയുടെ മുഖത്തെ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിൽ രുദ്രനും ഒന്ന് ആശങ്കപ്പെട്ടു പോയി. വെള്ളം. തൊണ്ട വരണ്ടുണങ്ങി തീർത്തും നിസ്സഹായനായി ഈ യാചനയോടെയുള്ള നിരഞ്ജന്റെ ചോദ്യം കേട്ട് രുദ്രൻ തൻ്റെ ഗാർഡ്സിനെ ഒന്ന് നോക്കി. രുദ്രന്റെ നിർദ്ദേശം മനസ്സിലായതും ഗാർഡ്സിലൊരാൾ വെള്ളവുമായി നിരഞ്ജന്റെ അരികിലേക്ക് ചെന്നു. ആർത്തിയോടെ വെള്ളത്തിനായി വായ തുറന്നവന്റെ നാവിലേക്ക് വെള്ളത്തുള്ളികൾ പതിയും മുന്നേ വല്ലാത്തൊരു ആവേശത്തോടെ അവൾ ആ കുപ്പി തട്ടിത്തെറിപ്പിച്ചിരുന്നു. കിതപ്പോടെ കത്തുന്ന കണ്ണുകളോടെ നിരഞ്ജന് മുന്നിൽ നിൽക്കുന്ന മീരയെ ഒരു പകപ്പോടെയാണ് എല്ലാവരും നോക്കി നിന്നത്. മീരയിൽ നിന്നും ആരും ഇങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നുറക്കെ കരയാൻ പോലും പേടിക്കുന്നവൾ ഇന്ന് സംഹാരഭാവത്തിൽ നിരഞ്ജനം തൊട്ടു മുന്നിൽ. മീരയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ നിരഞ്ജനം പകച്ചിരിക്കുകയാണ്. തനിക്ക് മുന്നിൽ എന്നും കണ്ണീരോടെ നിന്നിട്ടുള്ളവൾ, തലയുയർത്തി മുഖത്തേക്ക് പോലെ നോക്കാൻ പേടിച്ചിരുന്നവൾ, പരിഭവവും പരാതിയുമില്ലാതെ എല്ലാം ഉള്ളിലൊതുക്കിയവൾ, ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും മടിച്ചിരുന്നവൾ, ഇന്ന് അവളുടെ നോട്ടത്തിൽ പോലും നിരഞ്ജൻ പതറുന്നു. തൻ്റെ മുന്നിൽ ഇരിക്കുന്നവനോട് മീരയ്ക്ക് യാതൊരു ദയയും തോന്നിയില്ല. വിശക്കുന്നവന് ആഹാരവും ദാഹിക്കുന്നവന് വെള്ളവും കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. പക്ഷെ നിരഞ്ജൻ ആരുടെയും സഹതാപത്തിന് പോലും അവൻ അർഹനല്ല. മീരയ്ക്ക് നന്നായി അറിയാം നിരഞ്ജനെ. രുദ്രന്റെ മുന്നിൽ ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന ഈ അവസ്ഥയിലും അവൻ്റെ ഉള്ളിലെ പക കെട്ടടങ്ങിയിട്ടില്ല. ഒരല്പം കരുണ തോന്നി രുദ്രൻ അവനെ വിട്ടയച്ചാൽ ഇരുകൈയുമില്ലെങ്കിൽ കൂടി ആരെയും ജീവിക്കാൻ നിരഞ്ജൻ അനുവദിക്കില്ല. മീരയോളം നിരഞ്ജനിലെ മൃഗത്തെ അറിഞ്ഞവർ ആരും തന്നെ ഉണ്ടാകില്ല. വിശന്ന് കരഞ്ഞ് തളർന്നുറങ്ങിയ ഒരു പിഞ്ചു കുഞ്ഞിനോളം വരില്ല നിരഞ്ജൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിശപ്പും ദാഹവും.
മീര തൻ്റെ കണ്ണുകൾ ഇറുകി അടച്ചു. വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയ രംഗങ്ങളെല്ലാം ഇന്നെന്നപ്പോൾ മീരയുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമുള്ള തൻ്റെ കുഞ്ഞ് രാത്രി പാലിനായി വിശന്ന് കരഞ്ഞ കുഞ്ഞിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി അടച്ചിട്ടതും പിന്നാലെ ഓടിച്ചെന്ന് തന്നെയും വലിച്ചഴിച്ച് മറ്റൊരു റൂമിൽ പൂട്ടി. പുലരുവോളം വിശന്ന് കരഞ്ഞ് തളർന്ന് ആ കുഞ്ഞുറങ്ങുമ്പോൾ കണ്ണീരോടെ സ്വന്തം കുഞ്ഞിൻ്റെ വിശപ്പടക്കാൻ പോലും കഴിയാതെ നിസ്സഹായായ ഒരു അമ്മ മറ്റൊരു മുറിയിൽ പിടയുന്ന ഹൃദയത്തോടെ നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഒരിറ്റു കരുണ പോലും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ അങ്ങനെ പല രാത്രികൾ ആ അമ്മയും കുഞ്ഞും തള്ളി നീക്കിയിട്ടുണ്ട്. ഒടുവിൽ നിരഞ്ജൻ എന്ന മൃഗത്തിൻ്റെ ക്രൂരതയിൽ ചിന്നി ചിതറിപ്പോയ കുരുന്നു ജീവന്റെ മുഖം കൺമുന്നിൽ തെളിഞ്ഞതും മീര തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ദേഷ്യം കൊണ്ട് അവളുടെ മുടിത്തുമ്പ് പോലും വിറയ്ക്കുന്നതായി ചുറ്റും നിന്നവർക്ക് തോന്നി. തൻ്റെ സർവ്വശക്തിയും എടുത്ത് മീര നിരഞ്ജൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത മീരയുടെ അടിയിൽ നിരഞ്ജൻ നിലത്തേക്ക് ചെരിഞ്ഞു വീണുപോയി. ഇരുകൈയുമില്ലാതെ ഭിത്തിയിലേക്ക് ചാരി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അരികിലേക്ക് മീര നടന്നെടുത്തു. നിനക്ക് ദാഹിക്കുന്നുണ്ടല്ലേ? വെള്ളം വേണോ നിനക്ക്? നിരഞ്ജൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് അലർച്ചയോടെയുള്ള മീരയുടെ ചോദ്യത്തിൽ നിരഞ്ജൻ അറിയാതെ തലയനക്കിപ്പോയി. മീരയുടെ ചൊടികളിൽ പുച്ഛം നിറഞ്ഞു. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ അവസ്ഥയും ഇത്രയുള്ളൂ നിരഞ്ജ. പണം കൊണ്ട് എന്തും നേടാമെന്നൊരു അഹങ്കാരം നിനക്കുണ്ടായിരുന്നില്ലേ? കോടികൾ ഉണ്ടെങ്കിലും ചില സമയം ആ നോട്ടുകെട്ടുകൾക്ക് വെറും കടലാസിൻ്റെ മൂല്യമേ ഉള്ളൂ എന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ? മറ്റുള്ളവരെ ചതിച്ചും കൊന്നും നീ ഉണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇപ്പോൾ എവിടെ പോയി? ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേട് നിനക്കില്ലെന്ന് വീരവാദം പറഞ്ഞ നിന്റെ അവസ്ഥ ഇപ്പോൾ എന്തായി? തൊണ്ട നനയ്ക്കാൻ പോലും മറ്റുള്ളവരുടെ മുന്നിൽ യാചിച്ച് കിടക്കുമല്ലേ നീ? ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ നീ മരിക്കും. ഒരിക്കൽ നീ തട്ടിയെറിഞ്ഞ കാലുകൊണ്ട് ചവിട്ടി അരച്ച് കളഞ്ഞ ആഹാരത്തിൻ്റെ വില എന്താണെന്ന് നീ അറിയണം. ഇപ്പോൾ നീ മരണത്തെ യാചിച്ച് കിടക്കുന്നില്ലേ? ശരീരം കീറി മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നീ അറിയുന്നില്ലേ? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർത്തിട്ടേ ഏതൊരു മനുഷ്യനും മരണമുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് നിനക്കറിയുമോ? മരിച്ചു കിടക്കുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി കരയാൻ ഒരാളില്ല എന്നതാണ്. നീ ചത്തു മരച്ചാലും നിന്നെ ഓർത്ത് ആരും വിഷമിക്കില്ല. ഒരിക്കൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എൻ്റെ മരണം വരെയും നീ ജീവനോടെ ഉണ്ടാകണമെന്ന്. എൻ്റെ കഴുത്തിൽ നീ കെട്ടിയ താലിയോട് ഞാൻ കാണിച്ച ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ നിന്റെ മരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. എൻ്റെ കൈകൊണ്ട് തന്നെ നീ മരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ കൊന്നതിൻ്റെ പേരിൽ ആരും എന്നെ ശിക്ഷിക്കില്ല. അതിന് നീയായി എനിക്ക് ചാർത്തി തന്ന ഭ്രാന്തി എന്ന ലേബൽ മാത്രം മതി. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ 2 വർഷം ഞാൻ കാത്തിരുന്നത്. ഇന്ന് നിന്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെ സംഭവിക്കും നിരഞ്ജ. നിന്റെ ജീവൻ എടുക്കാൻ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും അവകാശം എനിക്കുണ്ട്. നിരഞ്ജന് നേരെ ദേഷ്യത്തിൽ അലറുന്ന മീരയെ രുദ്രനും ഹരിയും ശ്രീയും പകപ്പോടെ നോക്കി നിൽക്കുകയാണ്. മീരയുടെ ഉള്ളിലെരിയുന്ന കനലിൻ്റെ തീവ്രത ആ നിമിഷമാണ് അവർ തിരിച്ചറിയുന്നത്. ഇന്നലെ വരെ തങ്ങളുടെ മുന്നിൽ നിന്നിരുന്ന ഒരു സാധു പെൺകുട്ടിയല്ല ഇന്ന് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന മീരയെന്ന് അവർക്ക് തോന്നിപ്പോയി. മീര എന്ന അമ്മയുടെ കോപത്തിന് നിരഞ്ജൻ എന്ന ദുഷ്ടനെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ വീണ്ടും സമൂഹത്തിന് മുന്നിൽ അവളെ ഒരു ഭ്രാന്തിയായി നിർത്താൻ രുദ്രൻ ഒരുക്കമായിരുന്നില്ല. കർമ്മം കൊണ്ട് തനിക്ക് സഹോദരിയായവൾക്ക് വേണ്ടി ഇനി തങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു നഷ്ടമുണ്ടാകാതിരിക്കാൻ നിരഞ്ജൻ എന്ന ആശ്രയജന്മത്തിൻ്റെ അന്ത്യം തൻ്റെ കൈകൊണ്ടാകണമെന്ന് രുദ്രൻ എന്നോ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഇതുവരെ കാണാത്ത മീരയുടെ ഭാവപകർച്ചയിൽ നിരഞ്ജനും അടിമുടി വിറച്ചുപോയി. സംഹാര രുദ്രയെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പക നിരഞ്ജൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു. മീരയും ശ്രീയും എങ്ങനെ സുരക്ഷിതരായി രുദ്രൻ്റെ അടുത്തെത്തി എന്നതായിരുന്നു ആ നിമിഷം നിരഞ്ജൻ്റെ ചിന്ത. ശ്രീയേക്കാൾ ഒരു പടി മുന്നിൽ നിരഞ്ജൻ്റെ ചിന്തകൾ പോയത് മീരയ്ക്ക് പിന്നാലെയാണ്. ആരും എത്തിപ്പെടാത്ത അത്രയും ദൂരത്തിൽ മീരയെ ഒരു ഭ്രാന്തിയാക്കി ഉപേക്ഷിച്ചിട്ടും എങ്ങനെ രുദ്രൻ്റെ അരികിൽ മീര എത്തി എന്നത് നിരഞ്ജനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഒപ്പം താൻ അനുഭവിച്ച വേദനകൾക്ക് ഇത്രയും കാരണം മീര കൂടിയാണെന്നോർക്കെ മരണം മുന്നിൽ എത്തി നിന്നിട്ടും നിരഞ്ജന് അവളോടുള്ള ദേഷ്യം തോന്നി. ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ തനിക്കെതിരെ ശബ്ദമുയർത്തിയ നിമിഷം മീരയുടെ ജീവൻ എടുത്തേനെ എന്ന് നിരഞ്ജൻ ചിന്തിച്ചു. നിരഞ്ജന്റെ ചിന്ത അറിഞ്ഞപ്പോൾ മീരയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നു നിരഞ്ജ. മരണം ഇങ്ങനെ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവൻ എടുക്കണമെന്ന ചിന്ത മാത്രമാണ് നിന്റെ മനസ്സിൽ. പക്ഷേ എന്തു ചെയ്യാം, നിനക്കിനി ഒന്നിനും സമയമില്ല. ഈശ്വരൻ ഭൂമിയിൽ നേരിട്ട് അവതരിക്കില്ല. അദ്ദേഹത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾ നിയോഗിച്ചിട്ടുണ്ടാകും എന്ന് നീ കേട്ടിട്ടില്ലേ നിരഞ്ജ? അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈശ്വരനായി അവതരിപ്പിച്ച മനുഷ്യനാണിത്. നീ വെട്ടി നുറുക്കിയിട്ടും മുറി കൂടി തിരിച്ചു വന്ന രുദ്രദേവ്. നിന്റെ മരണം അത് നീ ഇരുന്ന് വാങ്ങിയതാണ്. തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ചെയ്തു കൂട്ടിയ നിന്റെ ജന്മം ഇനി ഈ ഭൂമിയിൽ ഒരു ഭാരമായി വേണ്ട. കത്തുന്ന കണ്ണുകളോടെ നിരഞ്ജനോട് പറയുന്നതിനൊപ്പം മീര ചുറ്റുമെന്തിനോ പരതി. നിരഞ്ജൻ ഇരിക്കുന്നതിന് കുറച്ച് അപ്പുറത്തായി കിടക്കുന്ന കത്തി കണ്ടതും മീരയുടെ കണ്ണുകൾ തിളങ്ങി. ഞൊടിയിടയിൽ മീര ആ കത്തി കൈക്കലാക്കിക്കൊണ്ട് നിരഞ്ജന്റെ ശരീരത്തിൽ ആഞ്ഞു വരച്ചു. വേദനയോടെ നിരഞ്ജന്റെ ശബ്ദം ഉയർന്ന നിമിഷം രുദ്രനും ഹരിയും മീരയ്ക്കരികിൽ ഓടിയെത്തിയിരുന്നു.
വീണ്ടും നിരഞ്ജനെ നേരെ കത്തി ഉയർത്തിയവളെ ഹരി തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി നിർത്തി. വിടെന്നെ, കൊല്ലണം എനിക്കവനെ, എൻ്റെ കൈകൊണ്ട് മരിക്കണം അവൻ, വിടെന്നെ. ഹരിയുടെ കൈക്കുള്ളിൽ കിടന്നുകൊണ്ട് മീര ശക്തമായി കുതിറിക്കൊണ്ടിരുന്നു. ഹരി അവളെ തൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ശക്തമായി പൊതിഞ്ഞു പിടിച്ചു. രുദ്ര! പീഡശിലുകളിൽ നിന്ന് തൻ്റെ കൈക്കുള്ളിൽ കുഴഞ്ഞു വീണവളെ അടക്കി പിടിച്ചുകൊണ്ട് ആദിയോടെ ഹരി വിളിച്ചു.